Hi, dear students. Hope you all are preparing well for the examination. In this video, I would like to tell you about the format of the question paper. There are three sessions for this question paper. First section, section A is reading part. Two passages are there. You have to read the passage very carefully and answer the questions that follows. And section B is writing and grammar. You will have writing part, two questions from writing part, and grammar part also will be there. And section C is text based question, that is from the literature book and from the reader textbook questions will come. Okay, in writing section I would like to tell you there will be two questions. First one is prepare a notice. I have given I already sent one video of notice writing in your Google Classroom, and in the textbook in page number 22 you can see one form of writing notice. Name of the school you write at the top, then notice, ദെൻ ഡേറ്റ് ഓഫ് ദ നോട്ടീസ്, എന്നാണ് നോട്ടീസ് ഇറക്കുന്നത് വെച്ചാൽ അന്നത്തെ ഡേറ്റ്, ദെൻ എന്തിനെക്കുറിച്ചുള്ളതാണ് നോട്ടീസ് എന്നുള്ളത്, ആ ടോപ്പിക്ക് തന്ന ടോപ്പിക്ക് സബ്ജക്റ്റ് എന്താണോ അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ആ കാര്യം മാത്രം എഴുതുക, എന്താണ് സംഭവം. എൻ ഇൻ്റർ സ്കൂൾ ഡാൻസ് കോമ്പറ്റീഷൻ വിൽ ബി ഹെൽഡ് അറ്റ് ദ സ്കൂൾ ഓഡിറ്റോറിയം. Auditions for this event will be held every day this week during the lunch break. Interested candidates may give their names to Mrs. Sharma from the English department. അപ്പോൾ എന്താണ് മാറ്റർ എന്നുള്ളത് മാത്രം അതിൽ ഇൻഡിക്കേറ്റ് ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. അതിൻ്റെ എലിജിബിലിറ്റി എന്താ, പ്ലീസ് ബേബി, അതിൻ്റെ എലിജിബിലിറ്റി എന്താ, ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്നാണ്, ഡേറ്റ് ഓഫ് കോമ്പറ്റീഷൻ വെനു, എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, ഈ നോട്ടീസ് ആരാണ് ഇറക്കുന്നത്, ദ പ്രിൻസിപ്പൽ, ദ ലേക്ക് സൈഡ് സ്കൂൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നോട്ടീസിൽ വേണ്ടത്. നല്ല നീറ്റായിട്ടൊരു കോളം വരയ്ക്കുക ആൻസർ ഷീറ്റിൽ, ദെൻ റൈറ്റ് ദ നോട്ടീസ്. ദെൻ അനദർ ക്വസ്റ്റ്യൻ ഈസ് റൈറ്റിംഗ് എ ഡയറി എൻട്രി എഴുതാൻ പറയുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ ഡയറി എൻട്രിയിൽ നമ്മൾ എഴുതേണ്ടത് പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്, കഴിഞ്ഞു പോയ സംഗതിയെക്കുറിച്ചാണ് എഴുതുന്നത്. ആൻഡ് ഓൾസോ ദ ഡേ ആൻഡ് ഡേറ്റ് ഓൾസോ യു ഹാവ് ടു നോട്ട് ഹിയർ, ആൻഡ് ദ ടൈം ഓഫ് ദ ഡയറി, at what time you are writing the diary. So that's all about the writing part. You have to write Saturday 10th October 2021, any date or day and time. Then you can begin like this: oh, it was an unforgettable day in my life. അത് വല്ലാതെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് എന്ന് ഏത് ഡയറിക്കും തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡേനെ കുറിച്ച് എന്തൊക്കെ പറയാനുണ്ടോ, നിങ്ങളുടെ കാഷ്വൽ ടോക്കിൽ നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ നിങ്ങൾ ഡയറിയിൽ എഴുതി വെക്കണം. എന്തൊക്കെ സംഭവങ്ങൾ അന്ന് നടന്നു, അതും റിലേറ്റഡ് ആയിട്ടുള്ള തന്ന ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. Okay. The next is about grammar part. Indefinite pronouns. Please baby. Indefinite pronouns. Okay. Indefinite pronoun എന്ന് പറഞ്ഞാൽ here you can see ഒരു ആക്ഷൻ ചെയ്തത് ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ അതിൽ എന്താണ് എന്നുള്ളത്, ഒരു സാധനത്തിനാണെങ്കിൽ തിങ് എന്ന് പറയും, എവറിത്തിങ്, എനിത്തിങ്, നത്തിങ്. അപ്പം കൃത്യമായിട്ട് നമുക്ക് ഒരു സാധനത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ സം ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ ഗിവൺ. ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പേഴ്സൺ, ആളുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സംബഡി, നോബഡി, എനിബഡി, ബഡി എന്നുള്ള യൂസ് ചെയ്യും. എന്തെങ്കിലും സാധനവുമായി റിലേറ്റഡ് ആണെങ്കിൽ തിങ്, എവറിത്തിങ്, നത്തിങ്, എനിത്തിങ് എന്നൊക്കെ ചോദിക്കുക. പ്ലേസസ് ഒക്കെ ആണെങ്കിൽ എനിവെയർ, എവറിവെയർ, സംവെയർ എന്നുള്ളതാണ് ചോദിക്കുക. സോ റീഡ് ദ സെൻറ്റൻസ്, ഗിവൺ സെൻറ്റൻസ് വെരി വെൽ, ദെൻ യു ക്യാൻ easily identify which pronoun, which indefinite pronoun we can use there. Okay. You can expect questions from this part also. Complex prepositions, page number 19. Complex preposition, by using complex prepositions you have to fill the blanks. Okay, read this part
very carefully. So that's all regarding the grammar session. So writing session, grammar session we discussed. So give importance to the portions we discussed now. Then read the chapters very well. Then go through the question answers. Study the question answers. So that's all about tomorrow's examination. Okay, all the best.